ബോക്സറേട്ടാ, നിങ്ങൾ എന്തിനാ ഈ കാറ് കഴുകുന്നേ? കാറ് കഴുകുന്ന പയ്യൻ ലീവ് എടുത്ത് വീട്ടിൽ പോയിരിക്കുക. ശമ്പളം വാങ്ങാൻ മാത്രം വരും, ശരിക്ക് ജോലി ചെയ്യത്തില്ല. ബോക്സറേട്ടാ, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തന്നെ നിങ്ങളുടെ കാറ് കഴുകിത്തരാം. നിങ്ങൾ ഞങ്ങൾക്ക് പൈസ തന്നാ മതി. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ലീവ് എടുക്കില്ല. എന്താ മോട്ടു? അതിനെന്താ, ഞങ്ങൾ നിങ്ങളുടെ കാർ അടിപൊളിയാക്കി തരാം. അതിനെന്താ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ കാറ് ഒന്നാം തരമായി മിനുക്കിയെടുക്കണം. നീ എന്തായി കാണിച്ചത് കിളിയെ? ബോക്സറുടെ കയ്യിൽ നിന്ന് ഞങ്ങൾക്ക് ഇടിമേടിച്ചു തരാൻ വല്ല നേർച്ചയുണ്ടോ നിനക്ക്? വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. ഇങ്ങനെ പോയാൽ കാറ് വൃത്തിയാക്കാൻ കഴിയില്ല. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. ഒന്ന് പോയിത്താ. എന്തിനാ നീ ഞങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നത്? നിനക്ക് ഇത് തന്നെയാണ് പണി. ഓയ് മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ എപ്പോഴാ ഈ കാറൊക്കെ വാങ്ങിയത്? കാറ് മേടിച്ചതല്ല, കാറ് കഴുകുന്ന പുതിയ ജോലി തുടങ്ങിയതാ. പക്ഷെ ഈ കിളി കാറ് മുഴുവനും കാഷ്ടിച്ച് നാശാക്കിക്കൊണ്ടിരിക്കുക. പൊളിച്ചെടുത്തല്ലോ ഒട്ടുപാത്തലു. കാറ് കഴുകുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട് കേട്ടോ. നല്ലൊരു ഷെഡ് ഇട്ടിട്ട് ഗരാജ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കണ്ടോളൂ, ഒരു പക്ഷികളും നിങ്ങളെ ശല്യം ചെയ്യില്ല. പൊളിച്ചെടുത്തല്ലോ. ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം, എന്നിട്ട് നമുക്ക് ഗരാജ് തുടങ്ങാം. എന്റെ രോഗികളാണെങ്കിൽ സത്യം, ഞാൻ നിങ്ങൾക്കൊരു കെമിക്കൽ ഉണ്ടാക്കി തരാം. അത് വെള്ളത്തിൽ കലക്കി നിങ്ങൾ കാറ് കഴുകിയാലുണ്ടല്ലോ, ആ കാറിന്റെ തിളക്കം കാരണം നിങ്ങളുടെ കണ്ണിന്റെ ഫിലമെന്റ് അടിച്ചു പോകും. പിന്നെ കാറ് കഴുകാനുള്ള ഒരു കട നമുക്ക് അങ്ങ് തുടങ്ങിയേക്കാം. എന്നിട്ട് ബോക്സറേറ്റിന്റെ കാർ അവിടുന്ന് കഴുകാലോ. ഓയ് മോട്ടു, എന്റെ ചങ്കേ, ഈ കെമിക്കല് വെള്ളത്തിൽ കലർത്തി കാറ് നിങ്ങൾ കഴുക. പിന്നെ കണ്ടോ, കാറിന്റെ കൂടെ നിങ്ങളുടെ ജീവിതവും വെളുക്കാൻ തുടങ്ങും. എന്റെ അമ്മോ, മോട്ടുപത്ലു, നിങ്ങൾ എന്താ ഒരു പുതിയ ജോലി തുടങ്ങിയിട്ടുണ്ടല്ലോ. എന്റെ അമ്മോ, എന്റെ യൂണിഫോം നിങ്ങൾ നശിപ്പിച്ചു കളഞ്ഞല്ലോ. സോറി ചിങ്കം സാറ്, ഞാൻ ഇപ്പൊ വൃത്തിയാക്കി തന്നേക്കാം. എന്റെ അമ്മോ, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. എടോ, ആരെന്തായി കാണിക്കുന്നത്? ചിങ്കം സാറ്, ഇപ്പൊ തന്നെ നിങ്ങളുടെ ഈ യൂണിഫോം ഞാൻ നക്ഷത്രങ്ങളെ പോലെ ആക്കി തരാം. എന്റെ അമ്മോ, മതി, നീ ഒന്ന് നിർത്തുന്നുണ്ടോ? ഇന്ത്യ രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. പക്ഷേ ചിങ്കം സാറേ, നിങ്ങൾ ഇവിടെ നിന്നോണ്ട് എന്ത് ചെയ്യുവാ? ഞാനൊരു സ്വർണ്ണ കടത്തുകാരനെ പിടിക്കാൻ വേണ്ടി അന്വേഷിച്ച് ഇറങ്ങിയതാണ്. എനിക്കൊരു ന്യൂസ് കിട്ടി, അവൻ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന്. പക്ഷെ നീ എന്റെ അടുത്ത് മാറി നിൽക്ക്, ഞാൻ പത്ലുവിനോട് സംസാരിച്ചോളാം. നിന്നോട് മിണ്ടുന്നില്ല. പത്ലു, പത്ലു. എന്താ സാറേ? ഹലോ ജോൺ. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. ഈ ഫോൺ വിളിച്ചത് ആരാണ്? ആരാണ്? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. ബോസ്, ചിങ്കി ഇവിടെ എല്ലാ വണ്ടിയും സെർച്ച് ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാനിപ്പോ സമയം കളയാൻ വേണ്ടി മോട്ടുപത്തിലൊരു സർവീസ് സെന്ററിൽ കാറ് കഴുകാൻ കൊടുത്തേക്കുവാണ്.
കാർ അവിടെ തിറക്ക്, കാർ അവിടെ തിറക്ക്, അല്ലെങ്കിൽ ബോട്ടു പത്രു കാറിന്റെ കൂടെ നിന്നെ ഇട്ടങ്ങ് അലക്കൂ. ഇനി തിരിച്ചു വാങ്ങാൻ പറ്റത്തില്ല. അവര് കാറ് കഴുകി തുടങ്ങി. പെട്ടെന്ന് ഇനി കാറ് തിരിച്ചു വെച്ച് അമ്മമാർക്ക് ഡൗട്ട് തോന്നും. നീ കാറല്ല ഞങ്ങളുടെ ജീവിതം വെളുപ്പിക്കാൻ പോകുന്നത്. നീ എന്നെ മിക്കവാറും വഴിയാധാരമാക്കാറാ സാധ്യത. കൊള്ളാം ബോസ്, കൊള്ളാം. ഓഹോ, ബോക്സറേട്ടന്റെ കാർ ഇതുവരെ കഴുകി കഴിഞ്ഞില്ലല്ലോ. ഐഡിയ. കണ്ടില്ലേ ചേട്ടന്റെ കാർ എത്ര ഭംഗിയാക്കിയിട്ടാ വൃത്തിയാക്കിയിരിക്കുന്നെന്ന്. എന്തായാലും എക്സ്ട്രാ പൈസ തരണം. ഞാനിപ്പോ എന്ത് ചെയ്തിട്ടാ നിങ്ങൾ എന്നെ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത്? ദേഷ്യോ? എനിക്കോ? ഞാൻ വളരെ സന്തോഷവാനല്ലേ. ഞാൻ നിനക്ക് സമ്മാനം തരാൻ പോവുക. ദേ ഇന്നാ പിടിച്ചോ. എന്റെ കൂട്ടുകാരൻ പത്ലുവിന് എന്തിനാ തല്ലിയത്? അത് പോയി നിന്റെ കൂട്ടുകാരനോട് ചോദിക്കേ. നീയൊക്കെ എങ്ങനെയാ കാറ് കഴുകിയേ? എന്റെ കാറിന്റെ മുഴുവൻ കളറും പോയല്ലോ. ഇനി എന്ത് ചെയ്യും? എന്റെ കാറിന്റെ പോയി, എന്റെ കാറിന്റെയും പോയി. എന്റെ കാറിന്റെ പോയി. വിടല്ലോ അവന്മാരെ, അടിക്കണോ അവന്മാരെ, അടിക്കണോ അവന്മാരെ. എന്റെ സ്വർണത്തിന്റെ കാറ് തിരിച്ചു കൊണ്ടുവാ. ഒരു തമാശ പറഞ്ഞതാ. എന്റെ അമ്മോ, എന്റെ മോട്ടോർ ബൈക്ക്. ഓയ് മോട്ടു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, പറയ കാർ വാഷ് എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ പറഞ്ഞു തരാം. നിങ്ങളുടെ കെമിക്കൽ കാരണം ഞാൻ സ്വർണത്തിന്റെ കാറോ? ആ കാർ സ്വർണത്തിന്റെ ആണല്ലോ. എനിക്ക് തോന്നുന്നത് അത് സ്മഗ്ലറുടെ കാറായിരിക്കും. ഇത് പിടിക്കാനല്ലേ ചിങ്ങം നടക്കുന്നത്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ പത്തിലോ നിനക്ക്? എന്തെങ്കിലും ആലോചിച്ച് പറ. ഐഡിയ. എന്റെ സ്വർണത്തിന്റെ കാറ് തിരിച്ചതാ. എന്റെ അമ്മോ, നിൽക്കാനല്ലേ പറഞ്ഞ്. സ്റ്റോപ്പ്, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. നിയമമാണ് സത്യം. കസീട്ട, നമുക്ക് സ്വർണത്തിന്റെ കാറ് കിട്ടി. നമുക്ക് ലോട്ടറി അടിച്ചു കസീട്ടേ. സ്വർണത്തിന്റെ കാർ ദേ ഇപ്പൊ നമ്മുടേതായിരിക്കുന്നു. സ്വർണം മാലാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഞാൻ സ്വർണ്ണക്കാറ് കാണുന്നത്. മോട്ടു പത്ലു, യു ആർ അണ്ടർ അറസ്റ്റ്. ജയിലിനകത്ത് പോയി എനിക്ക് വേണ്ടി കാത്തിരിക്കൂ. ഇനി ഈ കാർ എന്റേതാണ്. ഈ സ്വർണ്ണക്കാരന്റെ സ്വന്തക്കാരൻ ഞാനാണ്. ബൈ ബൈ.
ചിങ്ക സാറേ എന്തായി കാണിക്കുന്നത്? പോലീസിന്റെ ജോലി കള്ളനെ പിടിക്കാന്നുള്ളതല്ലേ, അല്ലാതെ മോഷണമൊന്നും അല്ലല്ലോ. ചിങ്ക സാറേ ഇങ്ങനെയൊന്നും ചെയ്യരുത്. പോലീസിന് വെറുതെ ചീത്തപ്പേരുണ്ടാക്കല്ലേ. ഓ എന്റെ അമ്മോ, സോറി വെരി സോറി. ഞാൻ ഇപ്പൊ തന്നെ പോയി ആ കള്ളനെ പിടിച്ചോളാം. ഞാനാണ് ജോൺ. ഞാൻ തന്നെ ആയിരിക്കും ജോൺ. ഈ ജോൺ ആയിരിക്കും ഡോൺ. ഇനി ഈ സ്വർണത്തിന്റെ കാർ എന്റേതാണ്. എന്നെ തടയാൻ ആരുണ്ട്? എന്റെ അമ്മോ, കള്ളൻ കാറിന്റെ തന്നെയല്ലേ ഉള്ളത്. ഞാൻ എന്തിനാ പുറത്തേക്ക് വന്നത്? പിടിക്കവനെ വേഗം. മോട്ടു പത്ലു ബൈ ബൈ. ഇനി ആ സ്വർണ്ണക്കാരൻ ഞങ്ങളുടേതാണ്. പൊളിച്ചെടുത്തല്ലോ. എന്റെ കാല് വിട് മമ്മി. മോട്ടു പത്ലു, നിങ്ങൾ രണ്ടാളും വലിയൊരു കാര്യം തന്നെ ചെയ്തിരിക്കുന്നത്. സർക്കാരിനോട് ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു നല്ല സമ്മാനം വാങ്ങിത്തരാം. സമ്മാനം ഞങ്ങൾ തരാം. ഈ മോട്ടും പത്തലും ഏത് കെമിക്കലാണ് അവൻ ഉപയോഗിച്ചത്? എന്റെ കാറ് നശിപ്പിച്ചു കളഞ്ഞു. ഇപ്പൊ കാറിന്റെ കണ്ടീഷൻ കണ്ടില്ലേ? ഇനി ഞാൻ ഇവരുടെ കണ്ടീഷനും ഇതുപോലെ തന്നെ ആക്കും. അടിക്കേ. നിങ്ങൾക്കൊന്ന് ഫുട്ബോൾ കളിക്കാൻ അറിയില്ലേ? ഗോൾ പോസ്റ്റ് ഇത് അവിടെയാ. പിന്നെ എന്തിനാ എന്റെ ദേഹത്ത് വെറുതെ അടിച്ചത്? ജോണെ, ബോള് ഞാൻ ആ പോസ്റ്റിലേക്ക് തന്നെയാണ് അടിച്ചത്. ദേ നോക്ക്, ഇങ്ങനെ. എന്താ നിങ്ങൾ എന്നെ വെച്ച് കോമഡി കളിക്കുവാണോ? ഒരൊറ്റ എണ്ണത്തിന് ഞാൻ വെറുതെ വിടില്ല. ഈ ജോൺ ആരാണെന്ന് നിനക്കൊന്നും അറിയില്ല. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ അല്ലേ നമ്പർ 2? കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് ആ ബോളിങ് എടുക്ക്. ഗോള് ഞാൻ അടിച്ചു കാണിക്കാം. ഇങ്ങനെ ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതിങ്ങനെയൊക്കെ സംഭവിക്കുന്നതാ. എനിക്ക് നിന്റെ കാലൊക്കെ നന്നായിട്ട് ഫുട്ബോൾ കളിക്കാൻ അറിയാം. എന്റെ വീട് മലപ്പുറത്താ. ചങ്കൂറ്റ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഫുട്ബോൾ മാച്ച് വെക്കണേ. പൊളിച്ചെടുത്തല്ലോ. ഫുട്ബോൾ കളിയിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടട്ടോ. വന്നേ നമുക്ക് മാച്ച് വെക്കാം. ശരി, സമ്മതിച്ചു. നാളെ രാവിലെ ഈ സ്ഥലത്ത് വെച്ച് മത്സരം നടത്താം. ഓക്കെ. ജോൺ ഉറപ്പായിട്ട് ഉടായിപ്പ് കാണിക്കും. നമ്മൾ എന്ത് ചെയ്യും? ഓയ് ഡോണ്ട് വറി. ഇനി ഒരു പക്ഷെ അവൻ ചീറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് തയ്യാറായി പോവാം. ഇതാ ഇത് കണ്ടില്ലേ? ഇതിനെ കിക്കിംഗ് ഷൂ എന്നാ പറയാറ്. ഇത് വെച്ച് ആരെങ്കിലും കിക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ ബോളിന്റെ സ്പീഡിനെ ഒരുത്തനും തടയാൻ പറ്റില്ല. പിന്നെ ബോള് നേരെ ഗോൾ പോസ്റ്റിലേക്ക് പോയി ഗോളാവും. ഇനി നല്ല രസമായിരിക്കും. ഞാനിത് ധരിച്ചോളാം. ഈ ബട്ടൺ എന്തിനാണ്? ഓ വേണ്ട വേണ്ട, കാലിലിട്ടതിന് ശേഷം മാത്രമേ ബട്ടൺ ഞെക്കാൻ പാടുള്ളൂ. പൊളിച്ചെടുത്തല്ലോ.
എന്റെ അമ്മേ. നിന്റെ ടീമിൽ വെറും 3 പേരല്ലേ ഉള്ളൂ. നാലാമനും ഉണ്ട്. അല്ല, ഈ പ്രായത്തിൽ ഇയാളോട് വിശ്രമിക്കാനല്ലേ പറയേണ്ടത്. നിങ്ങൾ എന്താന്ന് വെച്ചാൽ ഫുട്ബോൾ കളിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നു. ഇദ്ദേഹത്തിന്റെ പേരാണ് ജോബിൻ. ഇയാള് നിങ്ങളെയൊക്കെ ജാമാക്കി തിന്നുകളയോ. എന്റെ അമ്മോ, ഞാനില്ലാതെ എങ്ങനെ നിങ്ങൾ ഈ മാച്ച് തുടങ്ങും? ഈ കളിയിൽ ഞാനല്ലേ റെഫറി. മാച്ച് തുടങ്ങാം. എന്റെ അമ്മോ, അപ്പൂപ്പ ഒന്ന് സൈഡിൽ നിൽക്കേ. ബോളങ്ങാൻ തട്ടിയാലേ കാറ്റ് പോവും. എന്താ ഇത്? അപ്പൂപ്പൻ എവിടേക്കാ പോയേ? അതാ അവിടെ. ബോൾ എവിടെയാ? ആരുടെ കയ്യിലാ? ദാ ഇവിടെ ഉണ്ട് എന്റെ കയ്യിൽ. പൊളിച്ചടുത്തല്ലോ. ഈ മുത്തശ്ശൻ ഒരു സൂപ്പർമാൻ ആണല്ലോ. ഇയാളിത് എങ്ങനെ ഗോളടിച്ചത്? ഈ അപ്പൂപ്പൻ ഇത് എവിടെ പോയി? കളി ഫുട്ബോൾ കൊണ്ട് കളിക്കേ, ഞങ്ങളെയും കൊണ്ടല്ല. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്ക്. ഇവരെ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയാസം മാത്രമല്ല, ഒരിക്കലും കഴിയില്ല. ബോട്ട് പത്തലോ, ഇതാ ട്രക്ക് വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് വേഗം സ്ഥലം വിടാൻ നോക്ക്. അതിന് മാച്ച് കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, ഇനി ആരെങ്കിലും കളിക്കാനുണ്ടോ? കളിക്കും, ഞങ്ങൾ തീർച്ചയായിട്ടും കളിക്കും. ഫുർഫുറി നഗരം ഞങ്ങളുടെ ജീവനാണ്. അതിനെ വിട്ട് ഞങ്ങൾ എങ്ങോട്ടും പോവില്ല. ഹാഫ് ടൈം. ആ വല്യപ്പനുണ്ടല്ലോ, അത്ര സാധാരണക്കാരനൊന്നും അല്ല, മന്ത്രവാദിയാ. ആ ജോൺ നമ്മളെ പറ്റിക്കുവാ. നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇതൊരു മാഗ്നറ്റിക് ഷൂവാ, പിന്നെ ഇത് മാഗ്നറ്റിക് ഫുട്ബോളും. ഈ ഷൂ ഇട്ടുകൊണ്ട് നിങ്ങൾ കളിക്കുവാണെങ്കിൽ ഈ ബോൾ ഉണ്ടല്ലോ ഈ ഷൂവിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. പിന്നെ ആർക്കും നിങ്ങളുടെ കയ്യിൽ നിന്ന് ബോൾ വാങ്ങിച്ചെടുക്കാൻ പറ്റില്ല. പൊളിച്ചടുത്തല്ലോ. നമ്മളിവിടെ ഗോൾ മഴ പെയ്യിക്കും. ചെന്നവരെ തടയേ. മോട്ടു ഗോളടിക്കേ. ഗോൾ. ചെന്നവരെ തടയേ.
മോട്ടു വേഗം ഗോൾ എടുക്കേ, ഗോൾ. എന്റെ അമ്മോ, പന്തെവിടെ? ഇവൻ എങ്ങോട്ടാ ഈ പന്ത് അടിച്ചിരിക്കുന്നത്? പൊളിക്കടുത്തല്ലോ, പന്ത് മോട്ടുന്റെ കാലിൽ ഒട്ടിയിരിക്കാണല്ലോ. ജഡ്കയുടെ കണ്ടുപിടുത്തം ഒന്നിനും കൊള്ളില്ല. വിട്ടു പോവാൻ, പോവാൻ, പോവാന് പറഞ്ഞു. മോട്ടു വേഗം നിങ്ങൾ ചെയ്യ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്ക്. ഐഡിയ. എന്റെ ചായക്കാരൻ ചേട്ടാ, ഞങ്ങളുടെ കയ്യിൽ പൈസ ഒന്നുമില്ല. ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ കാര്യം കുറച്ച് സമൂസ തരുമോ? പിന്നെന്താ, ഫുർഫുറി നഗറിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമല്ലേ? കൊണ്ടുപോയി തിന്നെ, പക്ഷെ തോറ്റേക്കരുത്. പൊളിച്ചേ. ഇന്നാ പിടിച്ചോ. നിങ്ങൾ വളരെ ശക്തിശാലികളാണ്. സമ്മതിച്ചിരിക്കുന്നു. ഐ സറണ്ടർ. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഞാൻ പോവുക. നിങ്ങളുടെ കൂടെയുള്ള ഈ കളി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൂപ്പം ഫ്രീ ആകുമ്പോഴൊക്കെ വാ. ഫുട്ബോൾ എങ്ങനെ കളിക്കണമെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം. ശത്രുക്കളുടെ മുന്നിൽ എന്തിനാ ഇങ്ങനെ തലകുനിക്കുന്നത്? ഞങ്ങളെ ഒറ്റക്കാക്കിയിട്ട് പോവുകയാണോ? കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. രക്ഷിക്കണേ, രക്ഷിക്കേ, ഹേൽ, മുത്തശ്ശാ, രക്ഷിക്കേ.